ഹലോ, ഷെന പുത്തൻകോട്ട് ഹിയർ. ഇത് നമ്മുടെ റിസർച്ചിൻ്റെ PYQ ഡിസ്കഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ റിസർച്ച് എന്താണെന്നൊക്കെ കൃത്യമായി പഠിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് എക്സാമിന് ഇത് ക്വസ്റ്റ്യനായിട്ട് വരിക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാവും, കാരണം ക്വസ്റ്റ്യനായിട്ട് വരുമ്പോൾ ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് എനിക്കിത് എല്ലാം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ PYQ സെപ്പറേറ്റ് ആയിട്ട് സെഷൻസ് ആയിട്ട് ഇടാമെന്ന് ഓർത്തത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2021 ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം അത് നമുക്ക് അതിൽ നിന്ന് ഒത്തിരി പാറ്റേൺ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഫോളോ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If you want to understand the theoretical reasons that led researchers to conduct a study that appeared as a research article in a journal, you would read which of the following sections of the research article? അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതിനകത്ത് കീവേഡുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കീവേഡുകൾ എന്ന് പറയുന്നത് റിസർച്ച് ആർട്ടിക്കിൾ എന്നുള്ളത് നോട്ട് ചെയ്യണം. റിസർച്ച് ആർട്ടിക്കിളിൻ്റെ ഏത് സെക്ഷനാണ് ഒരു റിസർച്ചർ സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ അയാൾ അതിലെ തിയറിറ്റിക്കൽ റീസൺ ഏത് സെക്ഷനിലായിരിക്കും പറയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സിമ്പിളായിട്ട് കീവേഡുകൾ മാത്രം സ്പോട്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരു റിസർച്ച് ആർട്ടിക്കിളിൽ റിസർച്ചർ എവിടെയാണ് അയാൾ ഈ ഒരു റിസർച്ചിലേക്ക് എത്താനിടയായ കാരണങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കുക. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ഡിസ്കഷൻസ് ഉണ്ട്, അബ്സ്ട്രാക്റ്റ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, റിസൾട്ട്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒമിഷനാണ്. ആദ്യം നമുക്ക് ഒരിക്കലും ഉത്തരമായിട്ട് വരാൻ സാധ്യതയില്ലാത്തതിന് ഒമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. റിസൾട്ട്സ് എന്ന് പറയുന്നത് റിസർച്ചർ എന്താണോ കണ്ടെത്തിയത് അത് പറയുന്ന ഏരിയ ആയിരിക്കുമല്ലോ, അല്ലാതെ ഞാൻ ഈ കാരണം കൊണ്ടാണ് റിസർച്ചിൽ എത്തിയത് എന്ന് പറയാവുന്ന ഏരിയ അല്ല. അപ്പോൾ റിസൾട്ട് ഒരിക്കലും അല്ല, അത് കട്ട് ചെയ്തു. പിന്നെ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റിസർച്ചിൻ്റെ ഒരു സമ്മറി പോലത്തെ ഏരിയനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുക. അപ്പോൾ എന്താണോ റിസർച്ച് അതിൻ്റെ ഒരു സമ്മറിയാണ്, അതല്ലാതെ ഞാൻ ഈ റിസർച്ചിലേക്ക് എത്തിയത് ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊന്നല്ല അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്റ്റും അല്ല റിസൾട്ടും അല്ല. പിന്നെ ഡിസ്കഷൻ, ഇൻട്രൊഡക്ഷൻ. ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഏരിയയാണ് അല്ലേ. റിസർച്ചിനെ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് എന്താണോ നമ്മൾ പറയുന്നത് അതിനെ കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് പറയുന്ന ഏരിയയാണ്. അവിടെ ഒരിക്കലും റിസർച്ചർ അയാളുടെ ഈ റിസർച്ചിലേക്ക് എത്താനുണ്ടായ കാരണത്തിനെ പറ്റി പറയാൻ സാധ്യതയില്ല. അപ്പോൾ എവിടെയായിരിക്കും അത് പറയുക? ഇൻട്രൊഡക്ഷനിൽ. ഇങ്ങനെ നമുക്ക് ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളൊരു ആൻസറിനെ സമീപിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ കീവേഡ് കണ്ടുപിടിക്കുക. ഇവിടുത്തെ കീവേഡ് അണ്ടർസ്റ്റാൻഡ് തിയറിറ്റിക്കൽ റീസൺ റിസർച്ച് ആർട്ടിക്കിളിൽ. അതായത് റിസർച്ചറിൻ്റെ തിയറിറ്റിക്കൽ റീസൺ, ഈ ഒരു റിസർച്ചിലേക്ക് എത്താനുണ്ടായ തിയറിറ്റിക്കൽ റീസൺ ഏതാണെന്ന്, റിസർച്ച് ആർട്ടിക്കിളിൽ ഏത് ഭാഗത്താണെന്നുള്ളതാണ്. വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ആൻസറിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഇങ്ങനെയാണ് സമീപിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന തിയറി ആയിരിക്കും, പക്ഷേ നമ്മൾ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളത് പോലെ ഇരിക്കും. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി അപ്രോച്ച് ഇൻ വിച്ച് റിസർച്ചേഴ്സ് യൂസസ് ദി എക്സിസ്റ്റിംഗ് ഡേറ്റ ടു ക്രിയേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പാരിസൺ ഈസ് കോൾഡ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വേർഡ് ഈസ് എക്സിസ്റ്റിംഗ് ഡേറ്റ. എക്സിസ്റ്റ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റേനെ വെച്ചിട്ടാണ് റിസർച്ചർ പഠനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യത്തിന് ഉറപ്പായിട്ട് ഒമിറ്റ് ചെയ്യാം, എക്സ്പെരിമെൻ്റൽ എന്നുള്ളത്. കാരണം എക്സ്പെരിമെൻ്റൽ എക്സിസ്റ്റിംഗ് ഡേറ്റ അല്ല അല്ലേ. എക്സിസ്റ്റിംഗ് ഡേറ്റ എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉള്ള ഡേറ്റേനെ നമ്മൾ പഠിക്കുവാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ നമ്മൾ അങ്ങനെയല്ല. എക്സ്പെരിമെൻ്റൽ നമ്മൾ ഡേറ്റ കണ്ടെത്തി നമ്മളൊരു റിസർച്ച് ചെയ്ത് അല്ല എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റേനെ കളക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണെന്ന്. കഴിഞ്ഞ കാര്യങ്ങളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ ആ എക്സ്പോസ്റ്റ് ഫാക്ടോ ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക. ഏത് വേർഡിൽ നിന്നാണ് നമ്മൾ എക്സ്പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയത്? എക്സിസ്റ്റിംഗ് ഡേറ്റ. എക്സിസ്റ്റിംഗ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഓൾറെഡി അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ, അതായത് സംഭവിച്ചു കഴിഞ്ഞാലാണല്ലോ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആവുക അല്ലേ. ഒരു കാര്യം കഴിഞ്ഞാലാണല്ലോ നമ്മൾ പറയാം അത് അവിടെ അവൈലബിൾ ആണ്, കാരണം അത് ഓൾറെഡി കഴിഞ്ഞു അല്ലേ. സോ എക്സിസ്റ്റിംഗ് ഡേറ്റ എന്നുള്ള വേർഡിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യേണ്ടത് ഏതിലേക്കാണ്? എക്സ്പോസ്റ്റ്. അപ്പോൾ ആ ഒരു ഒറ്റ വേർഡിൽ നിന്ന് നമ്മുടെ ആൻസർ എക്സ്പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി ക്വാസി എക്സ്പെരിമെൻ്റൽ എന്താണ്? പകുതി എക്സ്പെരിമെൻ്റൽ അല്ലേ. അവിടെയും നമ്മൾ എന്താണ്
എക്സിസ്റ്റിംഗ് ഡേറ്റ അല്ല, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് പോലെ നടത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനൊക്കെ അല്ലേ, ഇപ്പോൾ നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷനൊക്കെ പഠനം നടത്തുന്നതിനെയാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ എന്ന് പറയുക. കംപ്ലീറ്റ്ലി എക്സ്പെരിമെൻ്റൽ അല്ല, ഒരു അർദ്ധ എക്സ്പെരിമെൻ്റൽ എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ല, നമ്മൾ റിസർച്ച് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഡേറ്റ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എക്സ്പോസ്ഡിലോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റേനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് പഠനം നടത്തുന്നതാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഡേറ്റ എന്ന് കാണുമ്പോൾ തന്നെ കണക്ട് ചെയ്യേണ്ടത് എക്സ്പോസ്ഡ് ഫാക്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കീ വേർഡുകൾ കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഓഫ് തിയറി ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് പ്രൊവൈഡ്. സോഷ്യൽ സയൻസ് റിസർച്ച് എന്നുള്ളത് നോക്കണം. സോഷ്യൽ സയൻസ് റിസർച്ചിൽ തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദ്യം. അതായത് നമ്മൾ സോഷ്യൽ സയൻസിലൊരു റിസർച്ച് ചെയ്യുമ്പോൾ എന്തിനായിരിക്കും നമ്മൾ തിയറി ഉപയോഗിക്കുന്നത്? നമ്മൾ എവിടെയാണ് തിയറി പറയുക? അതായത് ഒരു കാര്യം പ്രൂവ് ചെയ്യാനല്ലേ നമ്മൾ തിയറി പറയുക. അതായത് ഇന്ന തിയറി ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒക്കെ പറയുന്നത്, നമ്മൾ ഗണ്ണിൻ്റെ റീകോയിൽ പറയാറുണ്ട് അല്ലേ. നമ്മൾ വെടിവെക്കുന്ന സമയത്ത് ഗണ്ണൊന്ന് പുറകിലേക്ക് വരും അല്ലേ, അതെന്താണ്? റീകോയിലിംഗ് ആണ് ഗണ്ണിൻ്റെ. അത് എന്തിന് എക്സാമ്പിളാണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോയ്ക്ക് എക്സാമ്പിളാണ് അല്ലേ. ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർ എവറി ആക്ഷൻ ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ. അപ്പോൾ ഗണ്ണ് മുമ്പിലേക്ക് എന്താണ്, അതിൻ്റെ ബുള്ളറ്റ് പോകുന്ന സമയത്ത് ആ ആക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ പുറകിലേക്ക് ഉണ്ടാവും അല്ലേ. അതാണ് ആ റീകോയിലിംഗ് എന്ന് പറയുന്നത്. ഗണ്ണ് പുറകിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? മുമ്പിലേക്ക് എന്താണ്, ബുള്ളറ്റ് പോകുന്നത് കൊണ്ടാണ് പുറകിലേക്ക് ആ ഗണ്ണ് തിരിഞ്ഞു വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഗണ്ണിൻ്റെ റീകോയിലിംഗ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് തിയറിയാണ് യൂസ് ചെയ്തത്? ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏതൊരു റിസർച്ച് ആണെങ്കിലും നമ്മൾ എന്തിനായിരിക്കും തിയറി യൂസ് ചെയ്യുന്നത്? നമ്മുടെ റിസർച്ചിനെ പ്രൂവ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യുക എന്നുള്ളതിന് ഇവിടെ ഈക്വലായിട്ട് വന്നേക്കുന്നത് എന്താണ്? ജസ്റ്റിഫിക്കേഷൻ ഫോർ റിസർച്ച് അല്ലേ. കോൺട്രാസ്റ്റിംഗ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ എതിരായിട്ട് നിൽക്കുന്ന ഫ്രെയിം വർക്ക് അല്ലേ. ഒരിക്കലും നമ്മൾ തിയറി ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാനിരിക്കുന്ന ഒരു സാധനത്തിനെ കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു തിയറി യൂസ് ചെയ്യില്ലല്ലോ. നമ്മളെപ്പോഴും ഒരു തിയറി എടുക്കുന്ന എന്തിനാണ്? നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ വാലിഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാനായിരിക്കും നമ്മൾ ഒരു തിയറി വെച്ചിട്ട് ശ്രമിക്കുന്നത്. എക്സസ് ലിറ്ററേച്ചർ എന്താണ്? എക്സസ് ലിറ്ററേച്ചർ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചറൊക്കെ പോലെ അത് ഒരിക്കലും ഇവിടെ ആൻസർ ആയിട്ട് വരില്ല അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, ഇവിടെ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സയൻസിൽ ഒരിക്കലും നമ്മുടെ ഡേറ്റ എന്തായിരിക്കില്ല? ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കില്ല. അപ്പം തന്നെ അതവിടെ കട്ട് ചെയ്യാം അല്ലേ. സോഷ്യൽ സയൻസിൽ എപ്പോഴും നമ്മുടെ ഡേറ്റ ക്വാളിറ്റേറ്റീവ് ആയിരിക്കും അല്ലേ. സൊസൈറ്റീനെ പറ്റി പഠിക്കുവാണ്, നമുക്ക് ഡേറ്റ ഒരിക്കലും നമ്പറിൻ്റെ രൂപത്തിലായിരിക്കില്ല, വേർഡ്സിൻ്റെ രൂപത്തിലായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് അവിടെ കട്ട് ചെയ്തു. പിന്നെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ജസ്റ്റിഫിക്കേഷൻ ഫോർ റിസർച്ച് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. വെരി സിമ്പിൾ. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The tendency of researcher to subtly and inadvertently affect the behavior of participants in a study, obscuring the true effect of the independent variable. അതായത് ഇവിടെ റിസർച്ചർ എന്താ ചെയ്യണത്? പാർട്ടിസിപ്പൻസിനെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഇവിടെ ആരാണ് പാർട്ടിസിപ്പൻസിൻ്റെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നത്? അതായത് ഞാനിപ്പോൾ ഒരു കുട്ടിയിൽ പഠനം നടത്തുവാണ്, അല്ലെങ്കിൽ ഒരു 10 കുട്ടികളിൽ ഞാനൊരു പഠനം നടത്തുവാണ്. അപ്പോൾ റിസർച്ചറായ ഞാൻ തന്നെ എന്ത് ചെയ്യുവാണ്? എൻ്റെ സ്റ്റുഡൻസ്, അതായത് ഞാൻ റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ സ്വഭാവത്തിൽ ചേഞ്ച് വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുവാണെങ്കിൽ അതിനെന്താണ് വിളിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ആരാണ് ഞാൻ? എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആൾ. സ്വാഭാവികമായിട്ട് ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? എക്സ്പെരിമെൻ്റർ ബയസ് ഇഫക്റ്റ് എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? എക്സ്പെരിമെൻ്റർ ബയസ് ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കണം അല്ലേ. പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട്. അതെന്താണ്? അതായത് ചില സമയത്ത് നമ്മൾ അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാണ്, എനിക്ക് ഭയങ്കര തലവേദന വന്നു. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്, എന്തെങ്കിലും ടാബ്ലറ്റ് ഉണ്ടോ അല്ലെങ്കിൽ മരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആളുടെ കയ്യിൽ മരുന്നൊന്നുമില്ല. അപ്പോൾ ആൾ പറയുകയാണ്, വെള്ളത്തിനകത്ത് കുറച്ച് ഷുഗർ പൗഡറാക്കിയിട്ട് കലക്കിയിട്ട് പറയുകയാണ്, ഇത് തലവേദനയ്ക്കുള്ളൊരു മരുന്നാണ്, ഞാൻ ഇതിനകത്ത് ഒറ്റിച്ചിട്ടുണ്ട്, കുടിച്ചു നോക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നു? നോക്കി ഇതിനകത്ത് തലവേദനയ്ക്കുള്ള മരുന്നുണ്ട്, പക്ഷേ ആക്ച്വലി ഒന്നും ഇല്ല അല്ലേ, ഷുഗറാണ്. അപ്പോൾ ഞാനത് കുടിക്കുന്നു.
അപ്പോൾ എൻ്റെ മൈൻഡിലൊരു ഫീലിംഗ് ഉണ്ട്, എന്താണ്, ഇതിനകത്ത് മരുന്നുണ്ട്, അപ്പോൾ അത് ചിലപ്പോൾ വർക്ക് ചെയ്യും എനിക്ക്, അപ്പോൾ എൻ്റെ തലവേദന കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും ആ ഒരു ടെസ്റ്റ് ചെയ്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത് കൊണ്ടല്ല ആ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റല്ലേ ശരിക്കും? അപ്പോൾ അത് നമ്മുടെ റിസർച്ചിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന എക്സ്പെരിമെൻ്റൽ ബയസും പ്ലാസിബോ ഇഫക്റ്റും ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ചിനെ അത് എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ശരിക്കും ഞാൻ മരുന്ന് കൊടുക്കാണ്ട് തന്നെ മറ്റേ ആളുടെ തലവേദന മാറി. അപ്പോൾ ഞാൻ പറയാണ് തലവേദന മാറി എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ടാബ്ലറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ആളുടെ മെൻ്റൽ സ്റ്റേറ്റ് കൊണ്ടും ചിലപ്പോൾ തലവേദന കുറയും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് അസുഖം ആയിക്കോട്ടെ, നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു ഫീൽ വരും, ഓക്കെ ഞാൻ ഇത് ക്യൂർ ആവും എന്ന് എനിക്കൊരു ഫീൽ വരും. അപ്പോൾ ചിലപ്പോൾ ആ മരുന്നിൻ്റെ റിയൽ ഇഫക്റ്റ് കൊണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുവാണ് ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇന്ന അസുഖം മാറും എന്ന് നമ്മൾ പറയുവാണെങ്കിൽ ചിലപ്പം ആ മരുന്ന് കൊണ്ട് മാത്രമായിരിക്കില്ല, അയാൾക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് വന്നതുകൊണ്ടും അല്ലെങ്കിൽ ആ പ്ലാസിബോ ഇഫക്റ്റ് കൊണ്ടും കൂടി ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ റിസർച്ചിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. അതേപോലെ എക്സ്പെരിമെൻ്റൽ ബയസ് എന്താണ്? ഇപ്പം എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആൾ തന്നെ, അതായത് ആ പാർട്ടിസിപ്പൻസിൻ്റെ സ്വഭാവത്തിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എക്സ്പെരിമെൻ്റൽ ബയസ് എന്ന് പറയുക. അതും എന്താണ്, റിസർച്ചിനെ ബാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഹോത്തോൺ ഇഫക്റ്റ് ഉണ്ട്. അതെന്താണ്? ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് ബിഹേവിയർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കും അല്ലേ. ഞാൻ ആ ഫഹദ് ഫാസിലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൂവിയിൽ, ഞാൻ പ്രകാശൻ മൂവിയിൽ കറക്റ്റ് ക്യാമറ വരുന്ന സമയത്ത് ഫഹദ് ഫാസിൽ പതുക്കെ കഴിക്കുന്നുണ്ട് വളരെ ഡീസൻ്റ് ആയിട്ട്. അപ്പോൾ അതെന്താണ്, ഹോത്തോൺ ഇഫക്റ്റ് ആണ്. അപ്പോൾ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതും റിസൾട്ടിനെ ബാധിക്കും. കാരണം ഞാൻ അത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ മാറ്റിയതാണ്, എൻ്റെ റിയൽ ക്യാരക്ടർ അല്ല അപ്പോൾ ഞാൻ അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ റിയൽ സ്വഭാവത്തിനെ പറ്റി പഠിക്കാനാണ് വിചാരിച്ചതെങ്കിൽ ഞാനത് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിയിട്ടല്ലേ നിങ്ങൾ അത് കാണുന്നത്. അപ്പോൾ നിങ്ങളെന്താ വിചാരിക്കുക, എൻ്റെ റിയൽ ക്യാരക്ടർ ഇതാണെന്ന്. പക്ഷേ എൻ്റെ റിയൽ ക്യാരക്ടർ അതല്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് വരും, ആ റിസർച്ചിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവാലുവേഷൻ ആപ്രിഹെൻഷൻ ഇഫക്റ്റ്, അതായത് എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു കഴിയുമ്പം എനിക്ക് എന്ത് വരും, എന്നെ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും. ഇപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവില്ലേ, നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്ത് നമ്മൾ ഇന്ന കാര്യം ചെയ്ത് അവരെന്ത് വിചാരിക്കും, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യില്ല. പക്ഷേ ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുന്ന പോലെ ആയിരിക്കില്ല അവിടെ കഴിക്കുന്നത്. ആൾക്കാരെന്ത് വിചാരിക്കും, അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ നോക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്യാരക്ടർ അവിടെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഹോത്തോൺ ഇഫക്റ്റ് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ ജഡ്ജ് ചെയ്യുമോ എന്ന ഭയമാണ് അവിടെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യും. അതാണ് എന്ത്, ആപ്രിഹെൻഷൻ, ഇവാലുവേഷൻ ആപ്രിഹെൻഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഹോത്തോൺ ഇഫക്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ എന്താണോ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്താലായിരിക്കും എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ ആ രീതിയിൽ ചെയ്യും. ഈവൻ ദോ ഞാൻ ആ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ആളല്ലെങ്കിലും ഓക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. അതിനെയാണ് ഇവാലുവേഷൻ ആപ്രിഹെൻഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ജഡ്ജ് ചെയ്യുമോ എന്നുള്ള ഭയമാണ്. ആ ഭയം കാരണം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തും. അതിനെയാണ് ഇവാലുവേഷൻ ആപ്രിഹെൻഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ആരുടെ സൈഡിൽ നിന്നുള്ളതാണ്, റിസർച്ച് ചെയ്യപ്പെടുന്ന പാർട്ടിസിപ്പൻസിൻ്റെ സൈഡിൽ നിന്നുള്ളതാണല്ലേ. പ്ലാസിബോ ഇഫക്റ്റും പാർട്ടിസിപ്പൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരെണ്ണം റിസർച്ചറിൻ്റെ സൈഡിൽ നിന്നുള്ളതാണ്. അത് ഏതാണ്, എക്സ്പെരിമെൻ്റൽ ബയസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ബാക്കി 3 എണ്ണം പാർട്ടിസിപ്പൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്ന ബയസാണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്ന എറർ കാരണം അത് റിസർച്ചിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഡെപ്തായിട്ട് പഠിച്ചാലാണ് നമുക്ക് ആ ഒരു ആൻസർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. The extent to which a measure yields the same scores across different time groups of people or versions of the instrument is called, സിമ്പിളാണ്, റിലയബിലിറ്റി അല്ലേ. എനിക്ക് റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് റിലൈ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്, പല സിറ്റുവേഷനിൽ പല ആളുകളിൽ നിന്ന് പല വേർഷൻസ് ഓഫ് ഇൻസ്ട്രുമെൻസിൽ നിന്ന് ഞാനൊരു കാര്യം മെഷർ ചെയ്യുമ്പോൾ എനിക്ക് അതേ റിസൾട്ട് കിട്ടുമ്പോഴാണ് ഞാൻ അതിനെ റിലൈ ചെയ്യുന്നത്. വാലിഡിറ്റി എന്താണ്, ഞാൻ ആ ചെയ്യുന്ന സാധനം വാലിഡ് ആയിരിക്കുക എന്നുള്ളതാണ്. റിലയബിലിറ്റി എപ്പോഴാണ്, ഞാനൊരു സാധനത്തിന് റിലൈ ചെയ്യുന്ന എപ്പോഴാണ്,
ഞാനൊരു റിസർച്ചിനെ റിലൈ ചെയ്യുന്ന എപ്പോഴാണ് പല ഏരിയയിൽ നിന്നും ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പല ആളുകൾ ചെയ്യുമ്പോഴും ഒരേ സാധനം തന്നെ കിട്ടുമ്പോഴാണ് ഞാൻ അതിനെ റിലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കോണ്ടന്റ് വാലിഡിറ്റിയും കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് അസസ് ഹൗ വെൽ എ ടെസ്റ്റ് പ്രെഡിക്ട്സ് ഫ്യൂച്ചർ ഔട്ട്കംസ് അല്ലേ. ചില ടെസ്റ്റുകൾ ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് എത്രത്തോളം കൃത്യമായിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളൊരു വെതർ ഫോർകാസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി വേണം അല്ലേ, എന്നാലല്ലേ നമുക്ക് ഇതിനെ വെതറിന് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിൽ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ നാളെ ഓക്കെ ഇപ്പോൾ ഇന്നലെ നമ്മൾ വെതർ ഫോർകാസ്റ്റ് പറയുകയാണ് നാളെ മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൽ ട്രസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അത് വാലിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്ന നമ്മുടെ ടെസ്റ്റ് എത്രത്തോളം ഫ്യൂച്ചർ ഔട്ട്കമ്മിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി 6th question. A process in which scientific research and ideas are evaluated by the experts of the field. ഒരു ഫീൽഡിലെ എക്സ്പേർട്ടാണ് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഐഡിയ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെന്താണ് വിളിക്കുക എന്നാണ് പറഞ്ഞത്. സിമ്പിളാണ്, പിയർ റിവ്യൂ. എന്താണ് പിയർ റിവ്യൂ? ഈ പിയർ റിവ്യൂഡ് ജേണൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് പിയർ റിവ്യൂ? പിയർ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഏത് ജേണലിലാണോ നമ്മുടെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത് ആ ജേണലിൻ്റെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആർട്ടിക്കിളൊക്കെ വായിച്ച് നോക്കുന്നതൊക്കെ ആ പെർട്ടിക്കുലർ ഫീൽഡിലെ എക്സ്പേർട്ടുകളാണെങ്കിൽ ആണ് നമ്മളത് പിയർ റിവ്യൂഡ് ജേണൽ എന്ന് പറയുക. അപ്പോൾ പിയർ റിവ്യൂഡ് ജേണലിന് കുറച്ചും കൂടെ ഒതൻറ്റിസിറ്റി ഉണ്ട്. കാരണം അതത് ഫീൽഡിലെ എക്സ്പേർട്ടുകളായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, വായിക്കുന്നതും അത് എഡിറ്റൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇന്ന ആർട്ടിക്കിൾ ഇതിനകത്ത് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഫീൽഡിലെ എക്സ്പേർട്ടുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഫീൽഡിൽ എക്സ്പേർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എവിടേക്കാണ്? പിയർ റിവ്യൂ എന്നുള്ളതിലേക്കാണ്. ഓക്കെ, ലിറ്ററേച്ചർ റിവ്യൂ എന്താണെന്നറിയാം. കോൺസെപ്ച്വൽ റിവ്യൂ എന്ന് പറയുന്നത് കോൺസെപ്റ്റിനെ റിവ്യൂ ചെയ്യുന്നതാണ്. ആൻഡ് ജനറൽ റിവ്യൂ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള റിവ്യൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പേർട്ടുകളാണ് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും? പിയർ റിവ്യൂ ജേണൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് 7th question. One of the main advantages of online server based research. അപ്പോൾ അഡ്വാൻറ്റേജ് കീവേഡ് ഓൺലൈൻ സെർവർ ബേസ്ഡ് റിസർച്ച്, അതായത് ഓൺലൈൻ വഴി നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ലെസൻഡ് എത്തിക്കൽ റിക്വയർമെൻറ്റ്. ഓൺലൈനിൽ ചെയ്യുവാണെങ്കിൽ എത്തിക്കൽ റിക്വയർമെൻറ്റ് കുറയുമോ? ഇല്ല. നമ്മൾ എവിടെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എത്തിക്സ് പാലിക്കണം അല്ലേ. ഞാൻ നേരിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു റിസർച്ച് ചെയ്യുവാണെങ്കിലും ഞാൻ ഓൺലൈനിൽ ചെയ്യുവാണെങ്കിലും ഒക്കെ എത്തിക്സ് എന്താണെങ്കിലും പാലിക്കണം. അപ്പോൾ എത്തിക്സിൽ കുറവൊന്നും ഉണ്ടാവില്ല, അത് ലെസൻഡ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഒമിറ്റ് ചെയ്തു. A reduced need to provide debriefing and clarification to the participants after the completion of survey. സർവേ നടത്തി കഴിഞ്ഞിട്ട് ഡീബ്രീഫ് ചെയ്യേണ്ടത് അത്രയും ആവശ്യമില്ല, അത് ആ നീഡ് കുറവായിരിക്കുന്നത്. ഞാൻ എവിടെ ചെയ്യുവാണെങ്കിലും ഡീബ്രീഫ് ചെയ്തിരിക്കണം അല്ലേ. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് ഡീബ്രീഫ് ചെയ്യണം. അത് ഓൺലൈനിൽ ചെയ്താലും ഓഫ്ലൈനിൽ ചെയ്താലും ഡീബ്രീഫിങ്ങിന് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ അതും പറയാൻ പറ്റില്ല. പാർട്ടിസിപ്പൻസ് ക്യാൻ ഡിസ്കണ്ടിന്യൂ ഇഫ് ദേ ഫീൽ അൺകംഫർട്ടബിൾ അറ്റ് എനി സ്റ്റേജ് ഓഫ് സർവേ. ഓഫ്ലൈൻ സർവേ ആണെങ്കിൽ നമ്മുടെ ആൾ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. ഓൺലൈൻ ആണെങ്കിലോ ഇപ്പോൾ ഗൂഗിൾ ഫോമൊക്കെ ആണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ ചെയ്തു വന്നു, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, അടുത്ത് നിർത്താം എന്ന് വിചാരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഓൺലൈനിലുണ്ട്. ഓഫ്ലൈനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളവിടെ ഫ്രണ്ടിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അങ്ങ് ലീവ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ സി നമുക്ക് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഡിയും കൂടെ നോക്കാം. എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ബൈ പാർട്ടിസിപ്പൻസ് ഓഫ് ഇൻഫോംഡ് കൺസെൻറ്റ് ഇഷ്യൂസ്. പാർട്ടിസിപ്പൻസിന് ഇൻഫോംഡ് കൺസെൻറ്റ് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവുന്ന, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒരുപോലെയാണ്. അത് ഓൺലൈൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻഫോംഡ് കൺസെൻറ്റ് പ്രത്യേകിച്ച് കൂടുതൽ മനസ്സിലാവുന്നൊന്നുമില്ല അല്ലേ. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അത് ഒരുപോലെയാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഒബ്വിയസ്ലി സി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ആൻസർ കറക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The post-test only group design avoids post-test only group. Post-test only group എന്ന് പറയുമ്പോൾ എന്താണ്? ടെസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലേ. പോസ്റ്റ്-ടെസ്റ്റ് only group design avoids non-cooperation participants, non-cooperative
കോപ്പറേറ്റീവ് ആയുള്ള പാർട്ടിസിപ്പൻസ് പ്രീ ടെസ്റ്റ് ആണെങ്കിലും പോസ്റ്റ് ടെസ്റ്റ് ആണ്. എന്താണ് ഈ പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പഠിക്കുന്നത് അല്ലേ, ടെസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെൻസിറ്റൈസേഷൻ ഓഫ് പാർട്ടിസിപ്പൻസ് ആണ്. എന്താണ് സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്? ഇപ്പം ഞാനൊരു ടെസ്റ്റ് മുന്നേ കൊടുത്തു എന്ന് വിചാരിച്ചോ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നു, എന്നിട്ട് നിങ്ങളെടുത്ത് എക്സാം എഴുതാൻ പറയുവാണ്. അപ്പോൾ അവിടെ സെൻസിറ്റൈസേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തരുന്നില്ല, പോസ്റ്റ് ടെസ്റ്റാണ് ചെയ്യുന്നത്. അതായത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠനം നടത്തുന്നത്. അതല്ലാണ്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ തരുന്നില്ല എന്നാണെങ്കിൽ അവിടെ സെൻസിറ്റൈസേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. എന്താണ് ഗ്രൂപ്പ് കമ്പാരിസൺ? ഗ്രൂപ്പ് കമ്പാരിസൺ അവോയ്ഡ് ചെയ്യുമോ? ഇല്ല. അതിപ്പോൾ പോസ്റ്റ് ടെസ്റ്റ് ആണെങ്കിലും പ്രീ ടെസ്റ്റ് ആണെങ്കിലും ഗ്രൂപ്പ് കമ്പാരിസണിന് വ്യത്യാസമൊന്നും കാണില്ല. എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ് അത് പ്രീ ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുമാത്രമാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുക? കാരണം ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ പാർട്ടിസിപ്പൻസിൻ്റെ സെൻസിറ്റൈസേഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്നത് അല്ലേ. നമ്മൾ മുന്നേ കൂട്ടി ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ സെൻസിറ്റൈസേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, 9th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ക്വാളിറ്റേറ്റീവ് നോക്കാം. നരേറ്റീവ് എന്ന് പറയുന്നത് ലിബറലി യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. ആദ്യം തന്നെ മനസ്സിലാക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? ഡേറ്റ നമ്പറിൻ്റെ രൂപത്തിലാണെങ്കിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വരിക അല്ലേ. നമുക്ക് മീനൊക്കെ നോക്കാൻ പറ്റുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്പർ വേണം. ഇത് ക്വാളിറ്റേറ്റീവാണ്. ഉണ്ടാവോ? ഇല്ല. നരേറ്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റേറ്റീവ് ആണല്ലേ. ഞാൻ നരേറ്റ് ചെയ്യുമ്പോൾ വേർഡ്സ് അല്ലേ യൂസ് ചെയ്യുക, ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. ലബോറട്ടറി ഓറിയൻറ്റഡ്, ലാബിൽ ചെയ്യുന്നതൊക്കെ കൂടുതൽ എന്തായിരിക്കും? എക്സ്പെരിമെൻ്റൽ ആയിരിക്കും അല്ലേ. എക്സ്പെരിമെൻ്റ് ആണല്ലോ ലാബിൽ ചെയ്യുക. എക്സ്പെരിമെൻ്റൽ എന്ന് പറയുന്നത് എന്ത് തരം ആയിരിക്കും? അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. അപ്പോൾ ലബോറട്ടറി ഓറിയൻറ്റഡ് എന്നുള്ളതും പറയാൻ പറ്റില്ല. ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്താണ്? എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതല്ലേ. അവിടെയും എന്തായിരിക്കും? അത് ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. ഇനി ഇറ്റ് ഫോക്കസസ് ഓൺ കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് മീനിങ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ വേർഡാണല്ലേ ക്വാളിറ്റേറ്റീവ്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ക്വാളിറ്റേറ്റീവ് ആവാൻ സാധ്യതയുള്ളത്? ബി, ഡി, ഇ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. സിമ്പിൾ. നമ്മൾ വായിച്ച് നോക്കിയിട്ട് ക്വാളിറ്റേറ്റീവിൻ്റെ ഫീച്ചർ ആവാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ നോക്കാം. ക്വാസി എക്സ്പെരിമെൻറ്റ്സ് ആർ യൂഷ്വലി കണ്ടക്റ്റഡ് ഇൻ. ക്വാസി എക്സ്പെരിമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പകുതി എക്സ്പെരിമെൻ്റൽ, അത് നമ്മൾ എവിടെയാണ് ചെയ്യുക? റിയൽ ലൈഫ് സെറ്റിങ്ങിലാണ് നമ്മൾ ക്വാസി എക്സ്പെരിമെൻ്റൽ ചെയ്യുക. ലബോറട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? പ്യുവർലി എക്സ്പെരിമെൻ്റൽ ആണ്. പിന്നെ മാനിപ്പുലേറ്റഡ് ഫീൽഡ് അല്ലേ, നമ്മൾ എക്സ്പെരിമെൻ്റലാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ക്വാസി എക്സ്പെരിമെൻ്റലിൽ വരില്ല. അപ്പോൾ എ വരില്ല, ഡി വരില്ല. കാരണം എന്താണ്? എ എന്ന് പറയുന്ന ലബോറട്ടറി എന്ന് പറയുമ്പോൾ പ്യുവർലി എക്സ്പെരിമെൻ്റൽ ആയിരിക്കും. മാനിപ്പുലേറ്റഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള റിസർച്ചിലാണ്? എക്സ്പെരിമെൻ്റൽ റിസർച്ചിലാണ്. അപ്പോൾ ക്വാസി എക്സ്പെരിമെൻ്റൽ വരില്ല അവിടെ. പിന്നെ സിമുലേറ്റഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് ഞാനൊരു സെറ്റിങ്ങിനെ സിമുലേറ്റ് ചെയ്യുന്നതാണ്, ഞാൻ സൃഷ്ടിച്ചെടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതും എന്ത് തന്നെയായിരിക്കും? എക്സ്പെരിമെൻ്റലാണല്ലോ ഞാനൊരു സെറ്റിങ്ങിനെ എൻ്റേതായിട്ടുള്ള രീതിയിൽ സൃഷ്ടിച്ചെടുക്കുക. അപ്പോൾ അതും പ്യുവർലി എക്സ്പെരിമെൻ്റൽ ആയിരിക്കും. അപ്പോൾ ക്വാസി എക്സ്പെരിമെൻ്റൽ, അർദ്ധ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളത് ഏതാണ്? റിയൽ ലൈഫ് സെറ്റിംഗ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? റിയൽ ലൈഫ് സെറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ കട്ടായിട്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോന്നും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടൊക്കെ ഉണ്ടാവും. ഞാനൊരു 41 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു.